Good morning to everyone. Today is the first day of our spoken English course. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ആദ്യത്തെ ദിവസമാണിന്ന്. നിങ്ങൾ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എന്നും ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ചിലവാക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ ഐ ഗ്യാരണ്ടി യു ക്യാൻ ഫീൽ എ ബിഗ് ചേഞ്ച്. നിങ്ങൾക്കൊരു വലിയ ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു കനോട്ട് ഗെറ്റ് നോളജ്. നമ്മൾ നോളജ് എവിടെ നിന്നാണെങ്കിലും വി ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. കാരണം ഒരു LKG അല്ലെങ്കിൽ UKG ക്ലാസ്സിലെ ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും നമുക്കറിയാത്ത 2-3 വേർഡ്സ് വി ക്യാൻ ഗെറ്റ് ഫ്രം ദെയർ. നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ കഴിയും, ആ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടാൻ കഴിയും. കാരണം നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് ആരും തന്നെ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് അല്ല 10 മിനിറ്റെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുക. ദെൻ യു ക്യാൻ ഫീൽ എ ബിഗ് ചേഞ്ച്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് വേർഡ്സ് ആണ്. എന്താണ് ബേസിക് വേർഡ്സ്? വി ആർ ഗോയിങ് ടു ലേൺ ബേസിക് വേർഡ്സ്. ദ ഫസ്റ്റ് വൺ I family. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6 ഫാമിലിയെ കുറിച്ചാണ്. എന്താണ് 6 ഫാമിലി? 6 ഫാമിലീസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6 ഫാമിലീസ്, 6 ഫാമിലീസിനെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് ഫാമിലിയാണ് ഐ ഫാമിലി. എന്താണ് ഐ ഫാമിലി? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്നർത്ഥം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്. പിന്നെ മീ എന്ന് പറഞ്ഞാൽ എന്നെ അല്ലെങ്കിൽ എന്നോട്, എന്നെ അല്ലെങ്കിൽ എന്നോട്. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ. MINE, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നല്ല, എൻ്റേത് എന്നർത്ഥം. എന്താണ് മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്. പിന്നെ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, സ്വയം, സ്വന്തം, സ്വയം, ഞാൻ തന്നെ, ഞാൻ തന്നെ. ഇതാണ് നമ്മുടെ ഐ ഫാമിലി. ഇത് നമ്മൾ ഐ ഫാമിലി എന്ന് പറയാം. ഐ ഫാമിലി. ഓക്കെ, ഐ ഫാമിലി ആരൊക്കെയാണ്? ഐ വരും, മീ വരും, മൈ, പിന്നെ മൈൻ, അത് കഴിഞ്ഞിട്ട് മൈസെൽഫ്. അപ്പോൾ നമ്മുടെ ഐ ഫാമിലി കഴിഞ്ഞു. ഒന്നുകൂടി പറയൂ, എൻ്റെ കൂടെ പറയൂ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്, മീ എന്ന് പറഞ്ഞാൽ എന്നെ, എന്നോട്, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നർത്ഥം, മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, സ്വയം. ഓക്കെ, ഇതാണെന്ന് ഐ ഫാമിലി. ഐ ഫാമിലി ഈസ് ഓവർ. ഇനി രണ്ടാമത് നമ്മൾ പോകുന്നത് യു ഫാമിലിയാണ്. യു ഫാമിലി. യു എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ, നിങ്ങൾ. യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നർത്ഥം, നിങ്ങളുടെ. യുവേഴ്സ് നമ്മൾ എസ് ചേർക്കുമ്പോൾ അത് നിങ്ങളുടെ അല്ല, നിങ്ങളുടേത് എന്നർത്ഥം, നിങ്ങളുടേത്. ഓക്കെ, എന്താണ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ, യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത്. അത് കഴിഞ്ഞിട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ, സ്വയം, നിങ്ങൾ തന്നെ, സ്വയം എന്നർത്ഥം, സ്വയം, നിങ്ങൾ തന്നെ. അപ്പോൾ നമ്മുടെ യു ഫാമിലി കഴിഞ്ഞു. ഐ ഫാമിലി ആൻഡ് യു ഫാമിലി ഇസ് ഓവർ. ഓക്കെ, യു ഫാമിലി നമുക്കൊന്നുകൂടി നോക്കാം. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ, യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത്, ആൻഡ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ, സ്വയം. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്നത് 1, 2. ഓക്കെ, മൂന്നാമത് ഇവിടെ നോക്കാം. മൂന്നാമതാണ് നമ്മൾ ദേ ഫാമിലി. ദേ. ഓക്കെ, ദേ എന്ന് പറഞ്ഞാൽ അവർ അല്ലെങ്കിൽ അവ. ആളുകളാണെങ്കിൽ കുറച്ച് പേര് അവിടെ ഉണ്ട്, ആളുകളാണെങ്കിൽ നമുക്ക് അവർ എന്ന് പറയാം. അതല്ല ആളുകളല്ല, വേറെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അനിമൽസ് ആണെങ്കിൽ നമ്മൾ അവ അല്ലെങ്കിൽ അതെന്ന് പറയും, അത് അല്ലെങ്കിൽ അവർ. ഓക്കെ, ദം എന്ന് പറഞ്ഞാൽ അവരെ അല്ലെങ്കിൽ അവയെ. ഓക്കെ, ആളുകളെ ആണെങ്കിൽ നമ്മൾ അവരെ എന്ന് പറയും, ആളുകളല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവയെ എന്ന് പറയും. ഓക്കെ, പിന്നെ ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ, ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ.
ദയേഴ്സ് നമ്മൾ എസ് ചേർക്കുമ്പോൾ എന്തായി അവരുടേത് എന്നർത്ഥം. അവരുടേത്. വെറീസ് ദയേഴ്സ്. വെറീസ് ദയേഴ്സ്. അവരുടേത് എവിടെ? ഓക്കെ, അവരുടേത്. പിന്നെ ദംസെൽഫ്. ദംസെൽഫ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ, സ്വയം. എന്താണ്? അവർ തന്നെ. ഒന്നുകൂടി നോക്കാം. ദേ ഫാമിലി. ദേ ഫാമിലിയിൽ ദേ എന്ന് പറഞ്ഞാൽ അവർ അല്ലെങ്കിൽ അവ, ദം എന്ന് പറഞ്ഞാൽ അവരെ അല്ലെങ്കിൽ അവയെ, ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ, ദയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേത് എന്നർത്ഥം. അവരുടേത്. ദംസെൽഫ്സ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ അല്ലെങ്കിൽ സ്വയം തന്നെ, അവർ തന്നെ. അപ്പോൾ ഏതൊക്കെയായി? ഐ ഫാമിലി കഴിഞ്ഞു, അതുപോലെ തന്നെ യു ഫാമിലിയും കഴിഞ്ഞു, ദേ ഫാമിലി കഴിഞ്ഞു. ദേ ഫാമിലി. ഇനി അടുത്താണ് വി ഫാമിലി. എന്താണ്? വി ഫാമിലി. ഓക്കെ, വി ഫാമിലി. വി ഫാമിലിയിൽ ആദ്യം വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. ഓക്കെ, അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. അല്ല, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നാണ്. ഓക്കെ, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, ഞങ്ങളുടെ അല്ല, ഞങ്ങളെ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ. ഓക്കെ, അവേഴ്സ് എസ് ചേർക്കുമ്പോൾ എന്തായി? ഞങ്ങളുടേത് എന്നായി, അല്ല നമ്മുടേത്. ഇങ്ങനെ അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേത് എന്നായി. ഓക്കെ, നമ്മുടേത്. അവർ സെൽഫ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ, ഞങ്ങൾ തന്നെ. ഓക്കെ, സ്വയം. എന്താണ്? സ്വയം, ഞങ്ങൾ തന്നെ. ഒന്നുകൂടി നോക്കാം. വി ഫാമിലി. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, അവേഴ്സ് എന്ന് പറഞ്ഞാൽ എസ് ചേർത്താൽ ഞങ്ങളുടേത് അല്ലെങ്കിൽ നമ്മുടേത്, അവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ, സ്വയം. അപ്പോൾ വി ഫാമിലിയും കഴിഞ്ഞു, ഐ ഫാമിലി കഴിഞ്ഞു, യു ഫാമിലി കഴിഞ്ഞു, ദേ ഫാമിലി, അതുപോലെ തന്നെ വി ഫാമിലി. ഇനി അഞ്ചാമത്തെ ഫാമിലിയാണ് ഷീ ഫാമിലി. അപ്പോൾ ഷീ ഫാമിലി നോക്കാം. ഷീ ഫാമിലി ആദ്യം ഷീ ആണ് വരുന്നത്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഹെർ എന്ന് പറഞ്ഞാൽ അവളെ അല്ലെങ്കിൽ അവളുടെ. ഇത് രണ്ടും പഠിക്കണം. അവളെ, അതുപോലെ തന്നെ അവളുടെ. ഹേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടേത് എന്നർത്ഥം. ഹേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടേത്. ഓക്കെ, ഹേഴ്സ്, അവളുടേത്. ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ അവൾ തന്നെ, സ്വയം, അവൾ തന്നെ. ഓക്കെ, അവൾ തന്നെ. അപ്പോൾ ഷീ ഫാമിലിയും കഴിഞ്ഞു. ഷീ ഫാമിലി നമുക്ക് നോക്കാം. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഹെർ എന്ന് പറഞ്ഞാൽ അവളെ അല്ലെങ്കിൽ അവളുടെ, ഹേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടേത്, ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ അവൾ തന്നെ. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫാമിലി, അതാണ് എന്ത്? ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ഫാമിലിയാണ് ഹീ ഫാമിലി. ഹീ ഫാമിലിയിൽ ആദ്യം വരുന്നത് ഹീ ആണ്. ഹീ എന്ന് പറഞ്ഞാൽ അവൻ, ഹിം എന്ന് പറഞ്ഞാൽ അവനെ, ഹീസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അല്ലെങ്കിൽ അവൻ്റേത്. രണ്ടർത്ഥമുണ്ട്, അവൻ്റെ അല്ലെങ്കിൽ അവൻ്റേത്. ഓക്കെ, ഇത് രണ്ടും പഠിക്കണം. ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവൻ തന്നെ. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലെ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേയിൽ നമ്മൾ പഠിച്ചത് 6 ഡിഫറെൻറ്റ് ഫാമിലീസാണ്. ഓക്കെ, 6 വ്യത്യസ്ത ഫാമിലീസിനെ കുറിച്ചാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ ഐ ഫാമിലി, സെക്കൻഡ് യു ഫാമിലി, തേർഡ് ദേ ഫാമിലി, ഫോർത്ത് വി ഫാമിലി, ആൻഡ് ഫിഫ്ത്ത് വൺ ഷീ ഫാമിലി, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 6th one ഈസ് ഹീ ഫാമിലി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തും. ഓക്കെ, താങ്ക് യു.